പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വടക്കോട്ട് പോയാൽ മലബാറിൽ മുസ്ലിം ലീഗിന്റെ കരുത്തിൽ വൻ മുന്നേറ്റമാണ് UDF പ്രതീക്ഷിക്കുന്നത്. 6 ജില്ലകളിൽ നിന്ന് ഇത്തവണ അധികമായി 17 സീറ്റുകളാണ് ലക്ഷ്യം. ആ 17 സീറ്റ് വന്നാൽ പോലും 40-10-57 സീറ്റായി. ബാക്കി റീജിയനുകളിൽ നിന്നൊരു 20 സീറ്റ് കിട്ടിയാൽ അധികാരം കയ്യിലിരിക്കും. മലപ്പുറത്ത് സമ്പൂർണ്ണ വിജയവും മുന്നണി പ്രതീക്ഷിക്കുന്നുണ്ട്. എന്നാൽ അടിസ്ഥാന വോട്ടുകളിൽ വിള്ളൽ വീണിട്ടില്ലെന്നാണ് ഇടതുമുന്നണിയുടെ വിലയിരുത്തൽ. RJDയും INLും പിണങ്ങി നിൽക്കുന്നത് ഇടതുമുന്നണിക്ക് തലവേദനയുമാണ്. മഞ്ചേശ്വരവും പാലക്കാട്ടും മലമ്പുഴയിലുമാണ് BJP പ്രതീക്ഷ വയ്ക്കുന്നത്. വടക്കൻ ജില്ലകളിൽ നമുക്കിപ്പം VS രഞ്ജിത്ത് കൂടി ചേരുന്നുണ്ട്. VS രഞ്ജിത്ത്, കഴിഞ്ഞ തവണത്തേതുപോലെ ഇക്കുറിയും വടക്കൻ ജില്ലകളിൽ മുസ്ലിം ലീഗ് കോട്ടകൾ ഉരുക്കുകോട്ടകളായിരിക്കും. മാത്രമല്ല കൂടുതൽ സീറ്റുകൾ പിടിക്കും. 17 സീറ്റുകൾ വരെ വേണമെങ്കിൽ അധികം നേടാൻ കഴിയും എന്നുള്ളതൊരു ചെറിയ ആത്മവിശ്വാസമല്ല. എന്നാൽ ഇടതുമുന്നണിക്കുള്ള ആത്മവിശ്വാസം അവരുടെ വോട്ടുകൾ ഒന്നും തന്നെ ഇടറിപ്പോയിട്ടില്ല, അടർന്നു പോയിട്ടില്ല എന്നുള്ളതാണ്. അവരുടെ വോട്ടുകൾ ഇപ്പോഴും അതേ സ്ഥാനത്ത് നിൽക്കുന്നുവെന്ന് തദ്ദേശ കണക്കുകൾ പറയുന്നു. വടക്കൻ കേരളത്തിൽ മലപ്പുറത്ത് ശരിയാണ്, ജില്ലാ പഞ്ചായത്തിൽ അടക്കം വലിയ സാന്നിധ്യമുണ്ടാക്കാൻ LDFന് സാധിച്ചില്ല എന്നുള്ളത് വാസ്തവമാണെന്നിരിക്കെ മലപ്പുറത്ത് എങ്ങനെയാണ് കണക്കുകൂട്ടൽ മുന്നണികളുടെ? VS രഞ്ജിത്ത്. ഡോക്ടർ, മലബാറിൽ മൊത്തത്തിലെടുത്താൽ ന്യൂനപക്ഷ വോട്ടുകൾ, പ്രത്യേകിച്ച് മുസ്ലിം വോട്ടുകൾ വളരെ പ്രധാനപ്പെട്ടതാണ്. മലപ്പുറത്ത് ആ വോട്ടുകൾ ലീഗിന് കിട്ടുമെങ്കിലും മലബാറിലെ മറ്റു ജില്ലകളിൽ പലപ്പോഴും ആ വോട്ടുകൾ ഇടത് മുന്നണി കൂടി പിടിച്ചെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. പ്രത്യേകിച്ച് ചിലയിടങ്ങളിലൊക്കെ BJP വരും, BJP വലിയ പ്രചരണ കോലാഹലം അഴിച്ചുവിടുമ്പോൾ BJP എവിടെയൊക്കെയോ സീറ്റ് പിടിക്കാൻ പോകുന്നു എന്നൊരു പ്രചരണം ഉണ്ടാകുമ്പോൾ ജയിക്കാൻ സാധ്യതയുള്ള പാർട്ടിക്ക് ന്യൂനപക്ഷങ്ങൾ വോട്ട് ചെയ്യുക എന്നുള്ളത് മലബാറിലെ മലപ്പുറത്തല്ലാത്ത മറ്റു ജില്ലകളിലൊക്കെ തന്നെ വലിയ തോതിൽ നടന്നു വരുന്നു. അതുകൊണ്ട് തന്നെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലൊക്കെ വലിയ കരുത്ത് കാട്ടുന്ന കോൺഗ്രസിന് കോഴിക്കോട്ടൊന്നും ഒറ്റ സീറ്റ് പോലും കിട്ടാറില്ല എന്നുള്ളതാണ്. അതിന്റെ കാരണം എന്ന് പറയുന്നത് കോഴിക്കോട്ടെ എല്ലാ സീറ്റുകളിലും മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ വോട്ടുകൾ വളരെ നിർണായകമാണ്. അതുകൊണ്ട് തന്നെ BJPക്ക് ശക്തി വരാതിരിക്കാൻ വേണ്ടി അവരൊക്കെ പലപ്പോഴും ഇടതു മുന്നണിക്ക് വോട്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇത്തവണ അതുണ്ടാകില്ല എന്നും UDF അതിന്റെ കരുത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ കാണിക്കുകയും ഭരണവിരുദ്ധ വികാരം ആഞ്ഞടിക്കുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ഉൾപ്പെടെ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ സാധിക്കുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. അതുകൊണ്ട് ന്യൂനപക്ഷ വോട്ടുകളുടെ ഒരു കൺസോളിഡേഷൻ, പ്രത്യേകിച്ച് മലബാറിൽ മുസ്ലിം വോട്ടുകളുടെ കൺസോളിഡേഷൻ UDFന് അനുകൂലമായിട്ടുണ്ടാകും എന്നാണ് പ്രതീക്ഷ. അതിൽ തന്നെ കോഴിക്കോട്ട് 8 സീറ്റുകൾ പിടിക്കാൻ പറ്റുമെന്നാണ് UDF പ്രതീക്ഷിക്കുന്നത്. അതിൽ കോൺഗ്രസിന് ഒറ്റ സീറ്റുമില്ല എന്ന് നമുക്കറിയാം. കഴിഞ്ഞ തവണ കോഴിക്കോട്ട് UDFനുള്ളത് വടകരയിൽ KK രമ മത്സരിച്ച് ജയിച്ചതും കൊടുവള്ളിയിൽ നിന്ന് MK മുനീർ ജയിച്ചതുമാണ്. അതിന് പുറമെയായി നാദാപുരം, കൊയിലാണ്ടി, പേരാമ്പ്ര, കുറ്റ്യാടി, കോഴിക്കോട് സൗത്ത് തുടങ്ങിയ സീറ്റുകൾ കൂടി തിരുവമ്പാടി ഉൾപ്പെടെ പിടിച്ചെടുക്കാൻ സാധിക്കും എന്ന കണക്കിലാണ് 8 സീറ്റിലേക്ക് UDF പ്രതീക്ഷ വെക്കുന്നത്. മലപ്പുറത്ത് 16-ൽ 16ഉം, പാലക്കാട്ട് നിലവിലുള്ള സീറ്റിന് 1 സീറ്റ് അധികം, കാസർഗോഡ് 3 സീറ്റുകൾ, കണ്ണൂർ നിലവിലുള്ള 2 കൂടി ഒന്നുകൂടി കണ്ണൂർ സീറ്റ് ഉൾപ്പെടെ ഒന്നുകൂടി പിടിക്കാൻ പറ്റും. വയനാട്ടിൽ നിലവിൽ നഷ്ടപ്പെട്ട മാനന്തവാടി കൂടി ചേർത്ത് 3 സീറ്റും പിടിക്കുക. അങ്ങനെ അധികമായി 17 സീറ്റുകൾ പിടിച്ചെടുത്ത് നിലവിലുള്ള കരുത്തിന് 22 സീറ്റുകൾ നിലവിൽ UDFന് ആകെ കേരളത്തിലുള്ളതിൽ 17 എണ്ണം അധികമായി മലബാറിൽ നിന്ന് കൊടുക്കാൻ സാധിക്കുമെന്ന പ്രതീക്ഷയിലാണ് UDF ഉള്ളത്. പക്ഷേ LDFനെ സംബന്ധിച്ച് അവരുടെ അടിസ്ഥാന വോട്ടിൽ ഇപ്പോൾ കോഴിക്കോട്ടൊക്കെ ജില്ലാ പഞ്ചായത്ത് UDF പിടിച്ചു എന്ന് പറയുമ്പോഴും അടിസ്ഥാന വോട്ടിൽ കോഴിക്കോട്ടിലൊന്നും LDFന് ഒരു മാറ്റവും വന്നിട്ടില്ല. അത് കണ്ണൂരിലും കാസർഗോഡും വന്നിട്ടില്ല. സംസ്ഥാനത്ത് ആകെ UDF തരംഗമാണെന്ന് പറയുമ്പോഴും ആ തരംഗമില്ലാത്ത ജില്ല കാസർഗോഡാണ്. കണ്ണൂരിലും പഞ്ചായത്ത് തലത്തിൽ നോക്കിയാൽ LDFന് വലിയ ക്ഷീണം സംഭവിച്ചിട്ടില്ല. പാലക്കാട്ടും വലിയ ക്ഷീണം സംഭവിച്ചിട്ടില്ല. ആകെ മലപ്പുറത്താണ് വലിയ തോതിൽ നഷ്ടമുണ്ടായി എന്ന് പറയാൻ സാധിക്കുക. അതുകൊണ്ട് മലബാറിലെ അടിസ്ഥാന വോട്ട് ബാങ്കിൽ ഒരു ചലനവും ഉണ്ടാക്കാൻ UDFന് സാധിച്ചിട്ടില്ല എന്ന ആത്മവിശ്വാസത്തിലാണ് നിലവിൽ LDF ഉള്ളത്. BJPയെ സംബന്ധിച്ചിടത്തോളം മലബാറിൽ വലിയ പ്രതീക്ഷകളില്ല. പക്ഷേ പാലക്കാട്, മലമ്പുഴ, മഞ്ചേശ്വരം ഈ 3 മണ്ഡലങ്ങളിൽ ത്രികോണ മത്സരം കാഴ്ചവെക്കാനും നിലവിലെ സാഹചര്യത്തിൽ ക്രോസ് വോട്ടിംഗ് നടക്കാത്തതുകൊണ്ട് മഞ്ചേശ്വരത്തെങ്കിലും ജയിച്ചു കയറാൻ പറ്റും എന്നുള്ളതാണ്. അവിടെ മഞ്ചേശ്വരത്ത് BJPയുടെ വലിയൊരു പ്രതീക്ഷ എന്ന് പറയുന്നത് ഇടത് കേന്ദ്രങ്ങളിൽ നിന്ന് CPMലെ ഹിന്ദു വോട്ടുകൾ BJPയിലേക്ക് ഒഴുകുന്നു എന്നുള്ളൊരു വിലയിരുത്തലുണ്ട്. അങ്ങനെ ഒഴുകുകയാണെങ്കിൽ മഞ്ചേശ്വരത്തെ CPM വോട്ടുകൾ കൂടി പിടിച്ച് BJPക്ക് മഞ്ചേശ്വരം പിടിച്ചെടുക്കാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷ വെച്ചു പുലർത്തുന്നുണ്ട്. അങ്ങനെയുള്ള ആകെ 3 മുന്നണികളും വലിയ പ്രതീക്ഷ മലബാറിൽ വെച്ചു പുലർത്തുമ്പോൾ UDFനാണ് ജയിച്ചു കയറാൻ 17 സീറ്റുകൾ മലബാറിൽ നിന്ന് വേണ്ടത്. അതിൽ മുസ്ലിം ന്യൂനപക്ഷങ്ങളുടെ വോട്ട് വളരെ നിർണായകമാണ് താൻ.
താങ്ക് യു വി എസ് രഞ്ജിത്ത്. ഇതാണ് വടക്കൻ കേരളത്തിലെയും മധ്യ കേരളത്തിലെയും ഒക്കെ അവസ്ഥ. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ആഴത്തിലുള്ള അടിയൊഴുക്കുകൾ വിശദമായി നമ്മൾ പരിശോധിക്കുകയാണ്. ഇനി 100 ദിവസം മാത്രമേ ഉള്ളൂ. നമ്മളും കടന്നിരിക്കുന്നു തെരഞ്ഞെടുപ്പിന്റെ പ്രചരണ പ്രവർത്തനങ്ങളിലേക്ക്. മുന്നണികൾ കടക്കുമ്പോൾ പ്രചരണ പ്രവർത്തനങ്ങളിലെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ ഏതാണ്, അവരുടെ തന്ത്രം, ഏതൊക്കെ മേഖലകളിലേക്ക് അവർ ശ്രദ്ധയൂന്നുന്നു, അടിയൊഴുക്കുകൾ എന്തൊക്കെയാണ്, എല്ലാ നീക്കങ്ങളും തത്സമയം പ്രേക്ഷകരിലേക്ക് നമ്മൾ എത്തിക്കും. പ്രിയപ്പെട്ട പ്രേക്ഷകർ ഓർമ്മിച്ച് നോക്കണം, 2021 LDF അധികാര തുടർച്ചയിലേക്ക് എത്തുമ്പോൾ 99 സീറ്റുകളാണ് ഉണ്ടായിരുന്നത്. 41 സീറ്റുകൾ മാത്രമാണ് അന്ന് വലിയ പ്രചരണത്തിനൊടുവിൽ സ്വർണ്ണക്കടത്തടക്കമുള്ള വിഷയങ്ങൾ ഉന്നയിച്ചിട്ടും UDF നേടാൻ സാധിച്ചത്. 99-41. ഒന്നാലോചിച്ച് നോക്കൂ, 100-നോടടുത്ത സീറ്റുകൾ നേടിയാണ് പിണറായി വിജയൻ അധികാര തുടർച്ചയിലേക്ക് വന്നത്. അന്ന് സമ്പൂർണ്ണമായി തകർന്നു പോയതാണ് UDF. 2016 ആദ്യം പിണറായി വിജയൻ എത്തുമ്പോൾ ഒന്നാം പിണറായി സർക്കാരിന് കിട്ടിയത് 91 MLA-മാരുടെ പിന്തുണയാണ്. 91 MLA-മാരെയാണ് 2016 LDF വിജയിപ്പിക്കാൻ സാധിച്ചത്. അന്നും 47 സീറ്റുകളിലേക്ക്. അതാണ് ഇതിനകത്ത് UDF-നുള്ള ആശങ്ക. 50 കടക്കാൻ സാധിച്ചിട്ടില്ല. 2016 47, 2021 41 എന്നതായിരുന്നു UDF-ന്റെ കണക്ക്. BJP-ക്ക് ഒരു സീറ്റും കിട്ടി 2016. 2011 LDF 68. അവരുടെ മോശം പ്രകടനമായിരുന്നു 2011 VS അച്യുതാനന്ദൻ സർക്കാരിന് ശേഷം. പാർട്ടിയിൽ വിഭാഗീയ പ്രവർത്തനങ്ങളൊക്കെ വളരെ ശക്തമായിട്ട് നിലനിൽക്കുന്ന ഒരു കാലത്ത് 68 സീറ്റുകളിലേക്ക് LDF ചുരുങ്ങുന്നു. എന്നാൽ 72 സീറ്റുകളിലേക്ക് അപ്പോഴും UDF എത്താൻ സാധിച്ചുള്ളൂ. 90 സീറ്റുകൾ അല്ലെങ്കിൽ 99 സീറ്റുകൾ എന്ന 2000-ലെ ആ വലിയ പെർഫോമൻസിലേക്ക് അതിനുശേഷം എത്താൻ സാധിച്ചില്ല. 2006 LDF 98, UDF 42 എന്നുള്ളതാണ്. എന്ന് പറഞ്ഞാൽ 2011 ഒഴിച്ചു നിർത്തിയാൽ 2006 മുതൽ 2025 വരെയുള്ള ഈ 2 പതിറ്റാണ്ട് നോക്കിയാൽ 3 തിരഞ്ഞെടുപ്പുകളിൽ 100-നോടടുത്ത് സീറ്റുകൾ LDF നേടിയിട്ടുണ്ട്. അതായത് LDF നേടുമ്പോൾ അത് വലിയ വേവാണ്. UDF നേടുമ്പോൾ വലിയ വേവല്ല. ഓർമ്മിക്കണം, 2006 മുതലുള്ള കണക്കാണ്. 2001-ലെ കണക്ക് ഞാൻ കൂട്ടിയിട്ടില്ല. അവിടെ നേരെ തിരിച്ചാണ് സംഭവിച്ചത്. അപ്പോൾ കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളിൽ LDF വിജയിക്കുമ്പോൾ അത് വലിയ തരംഗമാവുകയും UDF വിജയിക്കുമ്പോൾ അതൊരു ചെറിയ ഓളമായി മാറുകയും ചെയ്യുന്നുണ്ട്. കാര്യം UDF-ന് പരമാവധി 72 സീറ്റുകൾ വരെയാണ് 2 പതിറ്റാണ്ടിൽ കിട്ടിയത്. ബാക്കി എല്ലാ തിരഞ്ഞെടുപ്പുകളിലും 47 സീറ്റിൽ താഴെയായിരുന്നു. 47, 42, 41 ഇതായിരുന്നു കണക്കുകൾ. ഇതാണ് UDF-ന് മുന്നിലെ കണക്കുകൾ കൊണ്ടുള്ള വലിയ വെല്ലുവിളി. ഇതിനെ എങ്ങനെ അതിജീവിക്കും എന്നുള്ളതാണ്. അത് ഇക്കുറി ഈ ഒരു ഇക്വേഷൻ മാറുമോ? 2 പതിറ്റാണ്ടിന് ശേഷം LDF ഇനി പിന്നാക്കം പോവുകയാണെങ്കിൽ അത് എത്ര വരെ പോകും എന്നുള്ളതാണ് പ്രശ്നം. LDF-ന് ആശ്വാസമായിട്ടുള്ളത് 49-50 സീറ്റുകൾ അവർ വളരെ കോൺഫിഡൻ്റ് ആണ്. ബാക്കിയുള്ള 20 സീറ്റുകളാണ് കനത്ത മത്സരമുള്ളതെന്ന് LDF പറയുന്നത്. അപ്പോൾ ഒരു 60 സീറ്റിൽ താഴെ LDF പോകാനുള്ള സാധ്യത നമ്മൾ ഒട്ടും തന്നെ കാണുന്നില്ല. പക്ഷേ UDF ആ പ്രകടനം, തദ്ദേശ തെരഞ്ഞെടുപ്പിലെ 80 സീറ്റുകൾ എന്ന പ്രകടനം ആവർത്തിക്കുകയാണെങ്കിൽ ഈ ഇക്വേഷൻസ് മാറും. നമുക്ക് കാത്തിരുന്ന് കാണാം.